ഹലോ കൂട്ടുകാരെ, മിനിത ഇബ്രാഹിം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു ക്യൂട്ട് പെൻ ഹോൾഡർ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പെൻ ഹോൾഡറിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുകൾ കളർ ചെയ്ത് ഉണങ്ങാൻ വെക്കാം. പാസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ക്യൂട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് പാസ്റ്റൽ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ വൈറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെങ്കിൽ അത് ലൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടേണ്ട കളറും വൈറ്റും ചേർത്ത് മിക്സ് ചെയ്ത് കളർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പാസ്റ്റൽ കളറുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പർപ്പിൾ വൈറ്റ് കോമ്പിനേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പർപ്പിൾ കളർ കൂടാതെ കുറച്ച് വൈറ്റ് ഐസ്ക്രീം സ്റ്റിക്ക് കൂടെ ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എംറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ക്യാനാണ് നമ്മൾ പെൻ ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് 11 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മുറിച്ചെടുക്കാം. പിന്നീട് ഈ ബോക്സിൻ്റെ അതേ സൈസിലുള്ള കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് ആ കാർഡ്ബോർഡ് നമ്മൾ വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചോ ഗ്ലൂ ഗൺ ഉപയോഗിച്ചോ ഈ ജ്യൂസ് ക്യാനുമേ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബോക്സ് കനമുള്ളതാണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ജ്യൂസിൻ്റെ ക്യാൻ വളരെ കനം കുറഞ്ഞതാണ്. അപ്പോൾ അത് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ്ബോർഡ് കൊണ്ടും അതിൻ്റെ പുറം ഭാഗത്തൊന്ന് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെൻ ഹോൾഡർ ഒന്ന് സ്ട്രോങ് ആയി കിട്ടും. കനം കുറഞ്ഞ മെറ്റീരിയൽസുമേ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കുമ്പോൾ അത് കനം കുറഞ്ഞതായതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒന്ന് വളയുകയോ ചെരിയോ ഒക്കെ ചെയ്യുമ്പോൾ അതൊന്ന് വിട്ടുപോരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതിനൊന്ന് സ്ട്രോങ് ആക്കിയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോരില്ല. അപ്പോൾ ബോക്സിൻ്റെ 4 വശവും പിന്നെ താഴെ ഭാഗവും നമുക്ക് കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ച് സ്ട്രോങ് ആക്കി എടുക്കാം. ഇനി പെൻ ഹോൾഡറിൻ്റെ മുകൾ ഭാഗത്തിന് നല്ലൊരു നീറ്റ് ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ നടുവശം ഇതുപോലെ മുറിക്കാം. പിന്നീട് പെൻ ഹോൾഡറിൻ്റെ കറക്റ്റ് നീളത്തിലും വീതിയിലുമുള്ള ഓരോ റെക്റ്റാങ്കിൾ പീസുകൾ ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം. പിന്നെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ റൗണ്ട് എഡ്ജ് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുക. നമുക്കവിടെ കോർണറുകളൊക്കെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ റൗണ്ട് എഡ്ജ് മുറിച്ച് കളയുക. അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ കട്ട് ചെയ്ത ഭാഗം പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. കാരണം കട്ട് ചെയ്ത ഭാഗത്ത് ചിലപ്പോൾ കുറച്ച് ഷാർപ്പായിട്ടുള്ള എഡ്ജുകളൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മൾ പുറത്തേക്ക് ഒട്ടിക്കുമ്പോൾ അതിൽ ആ ഒരു പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കും. അപ്പം അത് മൂർച്ചയുള്ള ഭാഗങ്ങൾ അങ്ങനെ കവർ ചെയ്ത് പോവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെഷീൻ കട്ട് ചെയ്ത ഭാഗമാണ് അകവശത്തേക്ക് നിൽക്കേണ്ടത്. അപ്പം നമ്മൾ പെന്നിടുമ്പോഴൊക്കെ അറിയാതെ എങ്ങാനും കൈ അവിടെ തൊട്ടാലും കയ്യുമ്മ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങൾ തൊട്ട് മുറിയാനൊന്നും ഇടവരില്ല. ഇനി ഈ പെൻ ഹോൾഡറിന്റെ 4 ഭാഗവും നമുക്ക് പ്രത്യേകിച്ച് ഈ കോർണറുകളൊക്കെ നമുക്കൊന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. മാസ്കിംഗ് ടേപ്പ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ന്യൂസ് പേപ്പറോ പഴയ കഴിഞ്ഞു പോയ ബുക്കിന്റെ പേജുകളോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ബുക്കിന്റെ എന്തെങ്കിലും പേപ്പറോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്യുമ്പോൾ ഇത് നല്ല സ്ട്രോങ് ആവും. പിന്നെ നമ്മൾ ആ കോർണർ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് മൂടിപ്പോവാനും പിന്നെ നമ്മുടെ പെൻ ഹോൾഡറിന് നല്ല സ്ട്രെങ്ത്തും നീറ്റ്നെസ്സും ഒക്കെ കിട്ടാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കുറച്ച് വൈറ്റ് ഗ്ലൂ ഈക്വൽ എമൗണ്ട് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ വൈറ്റ് ഗ്ലൂവും വെള്ളവും ചേർന്ന് മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കിച്ചൺ ടിഷ്യൂസ് ചെറുതാക്കി മുറിച്ച് അത് ഈ പെൻ ഹോൾഡറുമേ ഒട്ടിച്ചെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഫേസ് ടിഷ്യൂവോ അല്ലെങ്കിൽ സാധാരണ ടിഷ്യൂ, പേപ്പർ, ബുക്കിൻ്റെ പേജ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ടിഷ്യൂവിൻ്റെ ലെയർ നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് അക്രിലിക് പെയിൻറ്റും നമ്മൾ നേരത്തെ ഒട്ടിച്ച ടിഷ്യൂ പേപ്പറും ഒക്കെ വളരെ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് മുമ്പ് നമ്മൾ പെയിൻറ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെള്ളയും പാസ്റ്റൽ പർപ്പിൾ കളറും ഉള്ള ഐസ്ക്രീം സ്റ്റിക്കുകൾ ഒന്നിടവിട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വെള്ള, അത് കഴിഞ്ഞിട്ട് പർപ്പിൾ, ആ ഒരു രീതിയിലായിട്ട് ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ചോ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടോ നിങ്ങൾക്കത് ഒട്ടിക്കാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് സൈഡിൽ ഒട്ടിച്ചപ്പോൾ അത് മുറിക്കാതെ തന്നെ ഒട്ടിച്ചിട്ട് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം മുറിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനേക്കാളും നല്ലത് നമുക്ക് വേണ്ട കറക്റ്റ് ലെങ്ത് നോക്കിയിട്ട് അത് മുറിക്കുക. ഒരെണ്ണം മുറിച്ചെടുത്തതിന് ശേഷം അതുമ്പോൾ തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റിക്കുകളും മുറിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ആ കറക്റ്റ് ലെങ്ത് ആക്കിയതിന് ശേഷം മുറിക്കുന്നതാണ് എനിക്ക് കൂടുതൽ എളുപ്പമായിട്ടും നീറ്റ്നെസ് കിട്ടാനും നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലെങ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം, ഇപ്പോൾ ഇത് അടുത്ത ഭാഗത്ത് ഞാൻ എങ്ങനെയാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലെങ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം ഇത് 4 ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചാൽ മതി.
ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പകുതി മുറിച്ചിട്ട് നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പെൻ ഹോൾഡർമേ ഉണ്ടാക്കാനുള്ള ബ്ലൂബെറീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്ലൂബെറി ഉണ്ടാക്കാനുള്ള കറക്റ്റ് ബ്ലൂ കിട്ടാനായിട്ട് പർപ്പിൾ ക്ലേയും ബ്ലൂ അക്രിലിക് പെയിന്റും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ആണ് ആ കറക്റ്റ് കളർ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. വൈറ്റ് ക്ലേയോ ഹോം മെയ്ഡ് ക്ലേയോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ തരത്തിലെ പർപ്പിളും ബ്ലൂവും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ബ്ലൂബെറി ബ്ലൂ കിട്ടുന്നതാണ്. ഉപയോഗിക്കാനുള്ള കുറച്ച് ക്ലേ പുറത്ത് വെച്ചതിന് ശേഷം ബാക്കി ക്ലേ നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിലോ അല്ലെങ്കിൽ സിപ്പിലോ കവറിലോ ആക്കി വെക്കുന്നത് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ സഹായിക്കും. ഞാൻ സാധാരണ എൻ്റെ എല്ലാ ക്രാഫ്റ്റ് വർക്കിലും നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ചാനലിൽ തന്നെ ഹോം മെയ്ഡ് ക്ലേയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആ റെസിപ്പി പെട്ടെന്ന് ഫംഗസ് പിടിക്കാത്തതും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ള സോഫ്റ്റ് ക്ലേ ആണ്. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് ക്ലേ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ട് കുറച്ച് ക്ലേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ക്ലേ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ റെഡിമെയ്ഡ് ക്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വേറെ ഹോം മെയ്ഡ് ക്ലേ നിങ്ങൾ ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോൾഡഡ് ക്ലേയും യൂസ് ചെയ്യാം. പിന്നെ റെഡിമെയ്ഡ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലേ കയ്യിലുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. കളറ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പർപ്പിളും കുറച്ച് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ബ്ലൂബെറിയുടെ കളർ കിട്ടും. ശേഷം നമ്മുടെ ബ്രഷിന്റെ ബാക്ക് ഭാഗത്തുള്ള റൗണ്ട് എഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ ഈ ബ്ലൂബെറീസിന്റെ ഒക്കെ സെന്ററിൽ ഒരു ചെറിയൊരു പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു ചെറിയ കുഴി പോലെ അവിടെ വരും. അപ്പൊ അത് നമുക്ക് നമ്മുടെ ബ്ലൂബെറീസിന് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് കൊടുക്കും. ഞാനിവിടെ 3 സൈഡിലാണ് ബ്ലൂബെറീസ് ഒട്ടിക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ബ്ലൂബെറിയുടെ കൂടെ വെക്കാനുള്ള ഗ്രീൻ ലീഫാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിലോട്ടായിട്ട് റെഡിമെയ്ഡ് ഗ്രീൻ കളറിൻ്റെ കൂടെ കുറച്ച് സാബ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രീൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഗ്രീൻ ക്ലേന്ന് ഒരു ചെറിയ പീസ് വീതം എടുത്തിട്ട് അതൊരു ബോൾ പോലത്തെ ഷേപ്പിൽ ആക്കിയെടുത്ത് അതിനെ ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈമ്മ തന്നെ വെച്ചിട്ടോ ഒരു ലീഫിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അപ്പം അങ്ങനെ ഒരു ബ്ലൂബെറിക്ക് 3 ലീഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ലീഫുകൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്കത് ഒന്നിച്ച് അത് ഒട്ടിച്ചു തുടങ്ങാം. ബ്ലൂബെറി ആയാലും ലീഫായാലും എല്ലാം നമ്മൾ വൈറ്റ് ഗ്ലൂ വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതുമ്പോൾ നമുക്ക് ലീഫുകൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. ലീഫ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ബാംബു സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ലീഫിൻ്റെ വെയിൻ പോലുള്ള ഒരു അപ്പിയറൻസ് കിട്ടുകയും ചെയ്യും. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവും. ഈ രീതിയിൽ എല്ലാ ലീഫുകളും ബ്ലൂബെറിമേലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പെൻ ഹോൾഡറിൻ്റെ മുകൾ ഭാഗത്തും കൂടെ കുറച്ച് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ പെൻ ഹോൾഡറിൻ്റെ പണി പൂർത്തിയായി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം.